ഭഗവാൻ പരമശിവന് നീല നിറം വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു കാലത്ത് ദേവന്മാരും അസുരന്മാരും സമുദ്രത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അമർത്യതയുടെ അമൃതം തേടി സമുദ്രമഥനം നടത്താൻ തുടങ്ങി. മഥനം പുരോഗമിക്കുമ്പോൾ ആഴങ്ങളിൽ നിന്ന് നിധികൾ ഉയർന്നു വന്നു. ലക്ഷ്മി ദേവി, രംഭ, വരുണി, കണ്ഠേനു, ഐരാവതം, ഉച്ചൈസ്രവസ്, കൗസ്തുഭ, കൽപ്പവൃക്ഷം, ശാരംഗം, ചന്ദ്രൻ, ധന്വന്തരി എന്നിവയും ഈ അത്ഭുതങ്ങൾക്കൊപ്പം ഒരു ഭയങ്കര ശത്രുവും ഉയർന്നു വന്നു. ഹാലാഹല അഥവാ കാളകൂടം. എല്ലാ അസ്തിത്വത്തെയും വിഴുങ്ങാൻ ഭീഷണിപ്പെടുത്തുന്ന ശക്തമായ ഒരു വിഷം. ഈ വിഷം സ്പർശിച്ചതെല്ലാം നശിച്ചപ്പോൾ ദിവ്യലോകങ്ങളെ പരിഭ്രാന്തി പിടികൂടി. ശക്തരായ ദേവന്മാരും അസുരന്മാരും പോലും നാശത്തിന്റെ വക്കൽ നിസ്സഹായരായി നിന്നു. അപ്പോഴാണ് മോക്ഷത്തിനായി ആഗ്രഹിച്ച ബ്രഹ്മാവും വിഷ്ണുവും ശിവനിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ അപാരമായ ശക്തിക്ക് മാത്രമേ ഈ ഭീകരമായ വിഷം ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു മടിയും കൂടാതെ കരുണാമയനായ ശിവൻ മുന്നോട്ട് വന്ന് വിഷം മുഴുവനായും വിഴുങ്ങി. ഭയചകിതയായ മഹാദേവി ദേവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചതിനാൽ വിഷം ഉദരത്തിലെത്താതെ കണ്ടത്തിൽ തന്നെ തങ്ങി നിന്നു. ലോകരക്ഷയ്ക്കായി കൊടും വിഷം ഏറ്റുവാങ്ങിയ ദേവന്റെ മഹാമനസ്കത കണ്ടുവണങ്ങിയ ദേവഗണങ്ങൾ അദ്ദേഹത്തിന് വിഷബാധ ഏൽക്കാതിരിക്കാനായി ഉറക്കം വെടിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി വ്രതമനുഷ്ഠിച്ചു. ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഭക്തർ ഇന്നും ശിവരാത്രി വ്രതം എടുക്കുന്നത്. ദേവൻ തന്നെയാണ് വ്രതത്തോടെ മഹാശിവരാത്രി ആചരിക്കാൻ പറഞ്ഞതെന്നും വിശ്വാസമുണ്ട്. ലോകത്തിന്റെ നന്മയാണ് ഈശ്വരൻ അഭിലഷിക്കുന്നത്. ആ നന്മ ഉറപ്പുവരുത്താൻ ഈശ്വരൻ പല രീതികളിലും പ്രവർത്തിക്കുന്നു. കാളകൂടം മനുഷ്യന് വേണ്ടി വിഴുങ്ങിയ ഈശ്വരൻ മനുഷ്യ സഹജീവികൾക്ക് സുഖപ്രദമായ ജീവിതമാണ് പ്രദാനം ചെയ്യുന്നത്.